ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്ന് ഞങ്ങളുടെ ബാച്ചുകാരുടെ മൂന്നാമത്തെ റീയൂണിയനാണ് നടക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് ഞാൻ നേരം വൈകിട്ടാണ് വന്നത്. വരില്ല എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ വന്നു. മൗനം മാത്രം നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാനും നീയും നാളെയായി വാനും ഭൂവും ഒന്നായി വാഴ്ത്തി നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ. വരാതെ വന്ന എൻ ദേവി നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. 5-ാം തീയതി ശേഷമാണ് ലേഡീസിനും അലൗഡ് ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ബാച്ചിലെ ആൾക്കാരെ പോവാം. ഈ സൈഡിൽ ഞാൻ വന്നതേ ഉച്ചയായതുകൊണ്ട് കുറേ പരിപാടികളെല്ലാം നേരത്തെ രാവിലെ കഴിഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് പാട്ട് കേട്ടു. ഊണ് കഴിക്കേണ്ട സമയമായതുകൊണ്ട് എല്ലാവരും ഊണ് കഴിക്കാൻ വന്നിരിക്കുവാണ്. നല്ല അടിപൊളിയായ സദ്യയൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യത്തെ റീയൂണിയന് നമ്മുടെ മെമ്പേഴ്സിൻ്റെ കുറച്ച് ഫാമിലിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ പാട്ടുകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അതേ ഹാള് തന്നെയാണ് ഇപ്രാവശ്യം എടുത്തത്. നല്ല ഏസിയൊക്കെ ഉള്ള ഹാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം അത് തന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ എൻ്റെ കയ്യിൽ ഇത്തിരി സ്കിൻ പ്രോബ്ലം വന്നതുകൊണ്ട് ഹെയർ ഡ്രൈ ഒന്നും ചെയ്യാതെയാണ് വന്നിരിക്കുന്നത്. പിന്നെ മൈലാഞ്ചി വലിയ എണ്ണയൊന്നും തേക്കാനൊന്നും ഒന്നില്ല. നിങ്ങളെടുക്കാനാ വന്നത്, നിങ്ങളെയൊക്കെ എടുക്കാനാ വന്നത്. അപ്പോഴേക്ക് ഇടയ്ക്ക് ഒരു ഞായറാഴ്ചയല്ലേ. ഇപ്രാവശ്യം കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രൂപ്പ് ഫോട്ടോ എനിക്കെടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ നേരം വൈകിയതുകൊണ്ട്. വിചാരം അപ്പോൾ സ്റ്റാർട്ടിംഗ് ഒന്നും ശരിയായില്ലെങ്കിൽ കണ്ടെടുത്തിരുന്നാൽ മതി, പിന്നെ ചെവി തുറന്നാൽ മതി കേട്ടോ. ആദ്യം ഒന്നും ശരിയാവണമെന്നില്ല.
സൈകത ഭൂമിയിൽ നിന്നോ നീ പ്രണയപ്രവാഹമായി വന്നു. അതികൂട സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞ് വീണ്ടും പരിപാടികൾ തുടങ്ങി. ഓരോരുത്തർ പാട്ട് പാടാൻ തുടങ്ങി. കറയിൽ മാറാൻ ഒരു വല്ല മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് അറിയില്ല. അത് തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പൊ ഞാൻ ആ പാട്ടിന്റെ 2 വരി പാടുന്ന സമയത്ത് ബാക്കി നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പൊ ഞാൻ പാടുന്നതിലെ താളം, വാക്കുകളിലെ പിഴവ്, അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്തില്ല. നിങ്ങള് യൂട്യൂബിൽ കേൾക്കുന്ന ആ പാട്ടിലൂടെ കടന്നു പോവാം. പുള്ളി മൺമിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വേലവൻ വള്ളി നേരിട്ട് കന്നി പെൺകൊടി നിന്നെ കാണുമ്പോൾ ഉള്ളം തുള്ളിടുമേ നിന്നെ കെട്ടുവാൻ എൻ മനസ്സിൽ മോഹം തോന്നുന്നേ അയ്യട മലവേട നിന്നുടെ മോഹം കൊള്ളാലോ എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ കാട്ടുരാജന്റെ പുത്രിയാണെന്നോർക്കണം വേട കാട്ടിലെ മലവേട നിന്നുടെ പത്നിയവാനോ കാട്ടുരാജന്റെ പുത്രിയാണേലും കാട്ടുപെണ്ണല്ലേ കൂട്ടിരിക്കുവാൻ തോഴിയാനി കൂടെ പോരുന്നു പുള്ളി മൺമിഴി വള്ളി പെണ്ണിനെ കണ്ട നേരത്ത് കള്ളക്കണ്ണൊളി കാട്ടി വലവൻ വള്ളി നേരിക്ക് ഇളവന്നൂർ മഠത്തിലെ ഇളവന്നൂർ മഠത്തിലെ കുയിലെ മാറിൽ കളപക്കൂട്ടം നെഞ്ഞുകൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറി കളപക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വീശറിയുണ്ടോ വസീകര എന്നെഞ്ചിനിത് ഉൻ പൊൻമടിയിൽ തൂങ്ങിനാൽ പോതും അതേ കണം എൻ കണ്ണുറങ്ങാം ഉൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരുന്നു കുളിർക്കാഴ്ചലോട് സ്നേഹം ഒരു പോർവൈക്കുൾ ഇരുതൂക്കം കുളു കുളു പൊയ്കൾ சொல்லி என்னை வெல்வா
शर्मा के देगी तो है मदिरा के प्याले, नैनों में बदरा छाए, बिजली सी चमके हाय, ऐसे में बलम मोहे गरवा लगा ले, नैनों में बदरा छाए। നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുമ്പിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുമ്പിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. ചെങ്കടൽ മൂടട്ടെ, തീച്ചുളയേറട്ടെ, അടഞ്ഞവയെല്ലാം തുറന്നിടുമേ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. താങ്ക് യു. കൂട്ടിൽ നിന്നും വീട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം പോരി നിൽക്കും പൂക്കണിയല്ലേ. ആകാശം താഴുന്നു, നീഹാരം തൂവുന്നു, കതിരൊളികളും പടരുന്നു, ഇരുളകൾ അകലുന്നു. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത മാനം നോക്കി കൂട്ടിൽ നിന്നും വീട്ടിൽ വന്നു പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ഈ വഴിയരികിൽ ഈ തിരുനടയിൽ, ഈ വഴിയരികിൽ ഈ തിരുനടയിൽ പൊന്നിൻ മുകിൽ തരും ഇളഞ്ഞിടം മതം മാറിച്ചൂടി, മഞ്ഞിൻ തുകിൽ പടം ഇടം സുമതടങ്ങൾ കൂകി ആനന്ദ സോറി കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്കു നോട്ടും മടിയില്ല. കിട്ടിയാലൊന്നും മതിയല്ല, പിന്നെയും കിട്ടിയാലും മതിയല്ല ദുരാഗ്രഹം. രണ്ടു പണം കിട്ടുമെന്നു കേട്ടാൽ അവർ പണ്ടും 18 കാലമെന്നായാലും ഭോജനത്തിനും പ്രകടനത്തിനും പിന്നെ രാജസേവയ്ക്കും ദുരാഗ്രഹം ലോകർക്ക്. രാജാവിനെ ചെന്നു സേവിച്ചു നിൽക്കുകയും വ്യാജം പലനത്തതിക്കുകയും കൈക്കൂലി മെല്ലെ പിടുങ്ങുവാനല്ലാതെ ഇക്കാര്യക്കാരന്മാർ ഇല്ല വാഞ്ചിതം. മൂക്കിൽ വിരൽ തള്ളി നിൽക്കുന്നവരെയും നോക്കുവാൻ പോലും അവസരമില്ല പോൽ. പാലിൽ ഓരോ ജനം ദ്രവ്യമുണ്ടാക്കുവാൻ ഓരോരോ വിദ്യകൾ കാട്ടുന്നു സന്തതം. ആട്ടം പഠിക്കുന്നു, ചാട്ടം പഠിക്കുന്നു, കൊട്ടു പഠിക്കുന്നു, പാട്ടു സാധിക്കുന്നു, മുട്ടാതെ കച്ച കെട്ടുന്നു. ചിലർ നന്നു വെട്ടും തടവും വടിയും പയറ്റുന്നു. വായന കൊണ്ടേ പഠിപ്പൂവി കാലം എന്നായതിനെങ്കിൽ ദുഷ്ണം പിടിക്കുന്നു. ആയതി വേണമെന്നാൽ പണം കിട്ടുമെന്നായുധം വിദ്യ ചുരുവൻ നീയുന്നു. ഓ കഴിഞ്ഞില്ല.
വിദ്യകൾ മറ്റുള്ളതെല്ലാം വൃഥാ തന്നെ. വൈദ്യം പഠിക്കാൻ ദ്രവ്യമുണ്ടാക്കുവാൻ കാരസ്കനകൃതം കുൽകുലും തിക്തകം ചേരുന്ന നെയ്കളും എണ്ണാമുടികളും സാരമായുള്ള ഗുളികയും കൊണ്ട് ചെന്നോരോ വിധം പണം കൈക്കലാക്കിയിടുന്നു. മന്ത്രവാദം പഠിക്കുന്നു ചിലർ, പിന്നെ മന്ത്രങ്ങൾ ഓരോ എഴുതി കൊടുക്കുന്നു. മന്ത്രികളോടോ രചനയോടും ചെന്നു മന്ത്രിച്ചു പട്ടും വളയും വിടുങ്ങുന്നു. ധ്രുവചരിതം കഴിഞ്ഞോട്ടാ. താനെന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തൊരുഞ്ഞാലിലാടി ഒന്നിച്ചു രണ്ടോ മൽപ്പൈങ്കിളികൾ ഒന്നാനാം കുന്നിന്റെ ഓമരകൾ കാടിന്റെ കിങ്ങിണികൾ. ഓക്കെ ഓക്കെ താങ്ക് യു. ചില്ലിട്ട പാടു കുഞ്ഞിമണി ചെപ്പു തുറന്നിന്നെ നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു കുത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂടും നേരം കാത്തു നിന്ന തോഴനിന്നെയോർത്തു പാടും പോലെ. കുഞ്ഞിമണി ചെപ്പു തുറന്നിന്നെ നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു കുത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനിന്നെയോർത്തു പാടും പോലെ. എന്റെ മാറിലെ നേറുന്നൊരോർമ്മയായി മാറി. ഒരു പൂവിരിയുന്ന ചിന്ത മാത്രം എന്റെ കണ്ണീരുണങ്ങാതിരുന്ന കാലം. ഒരു പൂവിരിയുന്ന ചിന്ത മാത്രം എന്റെ കണ്ണീരുണങ്ങാതിരുന്ന കാലം. കണ്ണിൽ മാവെട്ടാതെ കണ്ണിന കൊണ്ടു കാവ്യം മെനഞ്ഞു. കണ്ണിൽ മാവെട്ടാതെ നോക്കി നിന്നു നമ്മൾ കണ്ണിന കൊണ്ടു കാവ്യം മെനയ്ക്കുവാനാവാത്ത ദൂരത്തിൽ എത്തി നിൽക്കുന്നു നാം എന്തു ചെയ്യാം. എത്തിപ്പിടിക്കുവാനാവാത്ത ദൂരത്തിൽ എത്തി നിൽക്കുന്നു നാം എന്തു ചെയ്യാം. അങ്ങനെ ഇപ്രാവശ്യം മൂന്നാമത്തെ റീയൂണിയൻ പ്രമാണിച്ച് കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ വനിതകളുടെ പ്രോഗ്രാമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് വനിതകൾ തന്നെ കേക്കെല്ലാം കട്ട് ചെയ്തു. അങ്ങനെ ഈ വർഷത്തെ റീയൂണിയൻ കേക്ക് കട്ടിങ്ങും പാട്ടും ഡാൻസും കവിതയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. ഈ വർഷത്തെ റീയൂണിയൻ അങ്ങനെയായിരുന്നു. പലരും ദൂരത്തു നിന്നെല്ലാം കടന്നു വന്നായിരുന്നു ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി തന്നെ.
നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. നമുക്ക് 4ാമത്തെ വർഷം ഇതിലും ഗംഭീരമായി നമുക്ക് നടത്തണം. അതിലേക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ കൂട്ടായ്മയും ഇപ്പോഴേ നമ്മൾ തുടങ്ങണം. നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും, വിമർശനങ്ങൾ പലതും ഉണ്ടാവും. പക്ഷെ അതിനെ എല്ലാത്തിനെയും നമ്മൾ അതിൻ്റെതായ സ്പിരിറ്റിൽ മാത്രം കണ്ടുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഒത്തുകൂടി നല്ല പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് തുടരണം എന്ന വിശ്വാസം കൂടിയുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ വെച്ച് നടത്തിയ ഒരു മത്സരത്തിന്റെ സമ്മാനം സുനിധിക്ക് കൊടുക്കാൻ ബാക്കിയുണ്ട്. ഞാൻ ഈ വേദിയിൽ വെച്ച് കൊടുക്കാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ സുനിധ വരുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാനത് കരുതിയിട്ട് ഞാനത് എത്തിക്കുന്നതായിരിക്കും. മത്സരം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങൾ പലരും പങ്കെടുക്കാത്തൊരു മത്സരമായിരുന്നത്. നമ്മളുടെ ഗ്രൂപ്പിൽ എസ് എന്ന പേരുള്ള എത്ര പേരുണ്ട് എന്ന് ചോദിച്ചിട്ട് ഞാനൊരു ശശി പൂർത്തിയാക്കാം. വേറെ എവിടെ ഈ അവസരം കിട്ടില്ല. അങ്ങനെ ഈ വർഷത്തെ റീയൂണിയൻ ഇവിടെ അവസാനിക്കുന്നു. പ്രോഗ്രാമെല്ലാം അവസാനിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ.